എന്തുവാടാ അവിടെ പ്രശ്നം? ഇത് സിനിമയുടെ ലൊക്കേഷൻ നോക്കാൻ ആൾക്കാർ വന്ന് നിൽക്കുന്നു. പഴയ പ്രശ്നം. ഞാൻ പോയി. എവിടെ പോയി? കോന്നി വരെ പോയെ. എന്തിയാ മക്കളൊക്കെ? എന്നാ ഒന്ന് പോയിട്ട് വിട്ടു കേട്ടോ. ഇനിയിപ്പോ നേരെ വീട്ടിലോട്ടാണോ? ശരി എന്നാ. ഓക്കെ. സുഖാണോ? ഞാൻ അവരുമായിട്ട് സംസാരിച്ച് ഇവിടെ കിരീട സിനിമ ഇവിടെ ഈ ആലിൻ്റെ ചവിട്ടി വെച്ച് നടക്കേണ്ട സിനിമ അത് ഇവിടുന്ന് തട്ടിത്തെറിപ്പിച്ചിട്ട് വേറെ ഒരു സിനിമ ഇപ്പോൾ ഇവിടെ എടുക്കണ്ട. ഇവിടെ ലാലേട്ടൻ്റെ സിനിമ തന്നെ ആദ്യം ഇവിടെ എടുത്താൽ മതി. ഈ കിരീട സിനിമയുടെ ക്രെഡിറ്റ് മൊത്തം നമുക്ക് ഇവിടെ കിട്ടേണ്ടതാ അല്ലേ? എന്താ ഏട്ടാ നമ്മൾ പറഞ്ഞത് ശരിയല്ലേ? സിനിമാക്കാരെ കാണാൻ പോയിട്ട് എന്താ തീരുമാനം? എന്തേ? ഞാൻ അവരുമായിട്ട് സംസാരിച്ച് അവിടെ നിന്ന് ഇത്രയും നേരം സംസാരിച്ചതാ. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ദിനേശ് അണ്ണനെ വിളിച്ച് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് സംസാരിച്ച് ദിനേശ് അണ്ണനും സംസാരിച്ചു അവരുമായിട്ട്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവരോടും വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി. കിരീടം സിനിമ ശരിക്കും ഇവിടെ നടക്കേണ്ടതാ. ഈ ആലിൻ്റെ ചെവിട്ടിൽ നടക്കേണ്ട സിനിമയാണ് ഇവര് ട്രിവാൻഡ്രത്ത് ആര്യനായിട്ട് കൊണ്ടുവച്ചെടുത്തത്. ശരിക്കും പറഞ്ഞാൽ ഇത് പാലക്കാടോ ചിറ്റൂരോ നെന്മാറോ എവിടെ കണ്ടു വെച്ചെടുക്കാതിരുന്ന സിനിമയായത്. ഈ കോൺസ്റ്റബിൾ അച്യുതൻ നായരെ അവതരിപ്പിച്ച തിലകൻ ചേട്ടൻ വേറെ സിനിമയിൽ ട്രിവാൻഡ്രത്തൊക്കെ നിൽക്കുമായിരുന്നു. അതുകൊണ്ട് പുള്ളിക്ക് പാലക്കാട് വരെ പോയി ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ സിബി മലയിൽ സാറിന് തിലകൻ ഈ സിനിമയിൽ മസ്റ്റായിട്ടും വേണം. അങ്ങനെയാണ് തിലകൻ ചേട്ടൻ്റെ സൗകര്യത്തിനാണ് ഈ സിനിമ നേരെ ട്രിവാൻഡ്രത്ത് ആര്യനാട് മാറ്റിയത്. അപ്പം അവർ ഇവിടെ വന്ന് ലൊക്കേഷൻ കണ്ടപ്പോൾ ഈ ആലും ലാലേട്ടൻ ആ കാളവണ്ടിയുടെ അടുത്ത് കുത്തുകൊണ്ടൊക്കെ ഇരിക്കുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ. ഇവിടെ നമ്മളെ നാട്ടിൽ തീരേണ്ട സാധനമായത്. ഈ ക്രെഡിറ്റ് മൊത്തം ഇവിടെ ഇന്ത്യയിലെ 4 ഭാഷയിലാണ് ഈ ചിത്രം പോയത്. ഇവിടെ വെച്ച് തുടങ്ങേണ്ട സാധനം ചുമ്മാ പിള്ളേർ കളിയായത്. അത് മുടക്കിയത് കൊണ്ട് ഇനി ലാലേട്ടൻ്റെ സിനിമ ഇവിടെ നടന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം നിനക്കറിയാമോ? ഈ സിനിമയ്ക്ക് കിരീടം എന്നല്ല പേരിടായിരുന്നു. ഞാനുണ്ടല്ലേ, ഇത് ഇത്രയും വർഷമായെങ്കിലും ഞാനന്ന് കൊച്ചാണെങ്കിലും ഇവരിവിടെ വന്ന് ഗുണഗുണഗുണ സംസാരിക്കുന്നത് ഞാൻ കേട്ടോണ്ടിരിക്കുക. എന്തോ കീടം ജോസെന്നോ അങ്ങനെ എന്തോ ഞാൻ പറഞ്ഞു ലാലേട്ടൻ്റെ ഈ സിനിമയ്ക്കൊക്കെ ഈ പേരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മോശമല്ലേ ഇത്? ഞാൻ പറയും വല്ല കിരീടം എന്നാ കാണാം ഇട് അടിച്ചോണ്ടങ്ങ് പോയി. അങ്ങനെ കൊണ്ടിട്ടതാ. ഈ കിരീടം എന്നുള്ള ക്രെഡിറ്റ് നമുക്ക് കിട്ടേണ്ടതാ, എല്ലാം നമുക്ക് കിട്ടേണ്ടത്. എൻ്റെ വായിൽ നിന്ന് പോയ പേരാ ഇത്. ആർക്കെങ്കിലും അറിയാമോ? നമ്മളിപ്പോഴും റബ്ബറും വെട്ടി കണ്ട പാചകക്കാരവിടെയൊക്കെ ജോലിക്ക് കിടക്കുന്നു. എന്ത് പറഞ്ഞിട്ട് ആദ്യം ലാലേട്ടൻ്റെ സിനിമ ഇവിടെ നടക്കണം. ഇവിടെ ഈ ആലിൻ്റെ ചുറ്റി ഒരു സിനിമ ലാലേട്ടൻ്റെ നടക്കണം. ലാലേട്ടൻ വരട്ടെ ഫസ്റ്റ്, അത് കഴിഞ്ഞ് നമുക്ക് വരട്ടെ. എല്ലാവരും വരണം. അത് സംഭവം എന്താണെന്നറിയോ? അവർ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ കൂട്ടത്തിൽ അവർ ഈ ലൊക്കേഷനൊക്കെ കണ്ട്. നമ്മളെ കിരീടം പാലം അവർ കണ്ടില്ല. നമ്മുടെ ലാലേട്ടനും പാർവതി ചേച്ചിയായിട്ടുള്ള പാട്ട് സീനുണ്ടല്ലേ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ആ കണ്ണീർ പൂവിൻ്റെ കവളിൽ തലമുടി എന്നുള്ള ആ പാട്ടുണ്ടല്ലോ, കിരീടം പാലം അവർക്കൊന്ന് കാണണമെന്ന്. ബൈജു ഒന്ന് അവരെ കൂടെ ചെല്ല് ഒക്കെ ഒന്ന് കാണിക്ക്, നമുക്ക് കാപ്പിയൊക്കെ കുടിച്ചിട്ട് പിരിയാന്നൊക്കെ അവർ പറയുന്നു. എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ നമ്പറൊക്കെ വാങ്ങിച്ച് നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോവാം എന്നല്ല. അവരാ വിളിക്കുന്നത്. എൻ്റെ ഹലോ, ഞാൻ ഇവിടെ ഉണ്ട്. അങ്ങോട്ട് വരാം. വരാം. വരുവാ.